ഹലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാർണിവൽ മാർക്കറ്റ് മലയാറ്റൂരാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഈ പ്രൊജക്റ്റിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് കണ്ടു. അതിനുശേഷം ഒത്തിരി റെസ്പോൺസ് നമുക്ക് കിട്ടി. സോ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് മാത്രമല്ല, ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ചിൽഡ്രൻസ് പാർക്ക്, ജിം, ഇൻഡോർ ഔട്ട്ഡോർ പ്ലേ സ്റ്റേഷൻസ്, കാർ വാഷ്, പിന്നെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് എവിടെ ഒത്തിരി കടകളുണ്ടാവും. ഡ്രസ് ഐറ്റംസ്, ചെരുപ്പുകൾ, സോപ്പ്, ചീപ്പ്, കണ്ണാടി തൊട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നത് ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം 70ഓളം ഷോപ്പുകൾ കംപ്ലീറ്റഡ് ആണ്. അത് എടുത്ത ആൾക്കാർ അതിന്റെ ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം കുറച്ച് കടകൾ ഓപ്പൺ ആയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ഷോപ്പുകൾ കൂടി ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ മറ്റ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ബാക്കിൽ നോക്കിയാൽ കാണാം. ഇത് നമ്മൾ പറഞ്ഞ ടർഫാണ്. ആൻഡ് ഈ ടർഫിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒന്ന്, അതിന്റെ സൈസാണ്. നമ്മൾ സാധാ കാണുന്ന ടർഫിനേക്കാളും വളരെ വലുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ട് ഇതിന്റെ ഹൈറ്റ്. നിങ്ങൾ ടർഫിലൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഹൈറ്റ്. ഈ ടർഫ് ഇരിക്കുന്നത് ഏകദേശം 42ഓളം അടി പൊക്കത്തിലാണ്. ദാറ്റ് മീൻസ് സിക്സ് ഒക്കെ അടിക്കുമ്പോൾ നിങ്ങളുടെ നെറ്റി തട്ടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആൻഡ് ലെങ്ത് ഏകദേശം 150 അടിക്ക് മുകളിൽ ലെങ്ത് ഉണ്ട്. നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കാൻ. മറ്റുള്ള ടർഫുകളൊക്കെ ഫുട്ബോളിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ഫുട്ബോളിനെ പോലെ തന്നെ ക്രിക്കറ്റിനും കൂടി പ്രാധാന്യം കൊടുത്തിട്ടാണ് ടർഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന ഏറ്റവും ഹൈറ്റിൽ 42ഓളം അടി ഹൈറ്റിലാണ് ഈ ടർഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ. ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു, സാധാ ടർഫുകൾ 30-32 അടിയൊക്കെ ഉള്ളൂ. ഞാൻ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഒത്തിരി സെർച്ച് ചെയ്തു. പക്ഷേ ഇത്ര ഹൈറ്റിലുള്ള ഒരു ടർഫ് എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എനിക്കൊന്ന് നേരിട്ട് പോയി കാണാൻ വേണ്ടിയാണ്. ബിക്കോസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെ ഇരിക്കും എന്ന് അറിയാനായിട്ട്. ആൻഡ് അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത കൂടി ടർഫിനുണ്ട്. ഇതൊരു നാച്ചുറൽ ടർഫായിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുന്ന ടർഫുകളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണല്ലേ. ഞാൻ കളിക്കുന്ന ഒത്തിരി പേര് ഇന്ന് ഫീഡ്ബാക്കുകൾ എടുത്തു. ഇവരൊക്കെ പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചുള്ള ടർഫിൽ കളിക്കുമ്പോൾ അവരുടെ കാലുകൾക്കൊക്കെ എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നു. സ്ഥിരം കളിക്കുന്നത് സേഫ് അല്ല എന്നുള്ളതാണ്. നമ്മൾ പ്യുവർ മഡിലാണ് ടർഫ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അത് അല്പം ചലഞ്ചിങ് ആണ്. കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ ടർഫിലെ കളികളും ഗ്രൗണ്ടൊക്കെ ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് ആണ്. സ്റ്റിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത്. സോ ഇതിനൊക്കെ തരണം ചെയ്യാൻ പാകത്തിന് പ്രോപ്പർ ഡ്രെയിനേജും ഒരു പ്രോപ്പർ ക്രിക്കറ്റ് പിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. എനിവേ, നമ്മൾ സ്കൂളുകളിലൊക്കെ കളിച്ച് വളർന്നത് പോലെ ഒരു നാച്ചുറൽ കളി എക്സ്പീരിയൻസ് ചെയ്യാൻ കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ടർഫ് ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ക്രിക്കറ്റും ഫുട്ബോളും മാത്രമല്ല കേട്ടോ, വേറെ ഒത്തിരി ആക്ടിവിറ്റീസ് ഈ ടർഫിൽ വരുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് പെയിന്റ് ബോൾ. നിങ്ങൾ കണ്ടല്ലേ, പെയിന്റ് ബോൾ വെച്ച് വെടിവെച്ച് കളിക്കുന്ന അത്തരം ഗെയിംസ്. പിന്നെ ഈ പറയുന്ന ഒരു വാട്ടർ ഫുട്ബോൾ. അതിന് എന്താ പേരെന്ന് എനിക്കറിയില്ല. ഒരു ഒരു എന്താ പറയുക, വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് സോപ്പോ പതയൊക്കെ വെച്ച് വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന ഒരു ഫുട്ബോൾ. തെന്നിയൊക്കെ വീഴും. അടിപൊളി ഒരു ആക്ടിവിറ്റീസ് ആണ്. പിന്നെ ഈ പറയുന്ന കുട്ടികളുടെ റൈസിംഗ് ഗെയിംസ്, RC കാർസിന്റെ ഒക്കെ റൈസിംഗ് ഗെയിംസ്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസിന് കൂടി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ടർഫ് ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ടർഫിന്റെ സ്ട്രക്ചറൽ വർക്ക് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഇനി നെറ്റ് പിടിപ്പിക്കണം, ഗ്രൗണ്ട് ലെവൽ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആവുന്ന നോക്കി നമ്മൾ വീഡിയോ ഇടാം. അത് മാത്രമല്ല, നമ്മൾ ടർഫിന്റെ ഒരു ഗ്രാൻഡ് ഇനാഗ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ടൂർണമെന്റോടൊക്കെ കൂടിയാണ് നമ്മൾ ഇതിന്റെ ഇനാഗ്രേഷൻ പ്ലാൻ ചെയ്യുന്നത്. എനിവേ, നമ്മുടെ ഒരു പഴയ നൊസ്റ്റാൾജിയ ഉണർത്തിക്കൊണ്ട് ഒരു മണ്ണിലുള്ള ക്രിക്കറ്റ് ഫുട്ബോൾ കളികൾക്ക് വേണ്ടി ടർഫ് വരും ദിവസങ്ങളിലൂടെ തന്നെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ആൻഡ് കമ്മിങ് ടു ജിം ആൻഡ് കാർ വാഷ്, നിങ്ങൾക്ക് കാണാം പണി ഓൾമോസ്റ്റ് 90% കംപ്ലീറ്റഡ് ആണ്. ഈ ജിമ്മിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇതിന്റെ ലൊക്കേഷൻ തന്നെയാണ്. നമ്മുടെ നക്ഷത്ര തടാകം അടിവാരത്തെ ലേക്കിനോട് ചേർന്നാണ് ഈ ജിം ഇരിക്കുന്നത്. സോ ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്നവന് ഒരു പോസിറ്റീവ് കാര്യമാണ്. നിങ്ങൾക്ക് 1-2 റൗണ്ട് ചെറുക്കി ചുറ്റും ഓടാം, കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യാം. ദെൻ നിങ്ങളുടെ ജിം ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു എന്താ പറയുക, ഒരു 100% പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ആയിരിക്കും അല്ലേ. സോ നിങ്ങൾക്കാണെങ്കിലും എസ്പെഷ്യലി രാവിലെയൊക്കെ വന്ന് ഇതുപോലെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ലൈഫ് ഡെയിലി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. സോ ജിമ്മിൽ അഡ്മിഷൻ എടുക്കാൻ കാത്തിരിക്കുന്നവരും നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരും നിലവിൽ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്നവരെയും ഈ അടിപൊളി ലൊക്കേഷനിലേക്ക്, ഈ അടിപൊളി ജിമ്മിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മേ ബി ഈ മാസം ഒരു പകുതിയോടുകൂടി ജിം ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. സോ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ കൂടി സഹായകമായ ഒരു കാര്യമായതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് മെമ്പർഷിപ്പ് എടുക്കുക. നിങ്ങളുടെ ശരീര സൗന്ദര്യം മെച്ചപ്പെടുത്തുക. ആൻഡ് കാർ വാഷിന്റെ കാര്യം അതുപോലെ തന്നെ ഏകദേശം 90% വർക്ക് കംപ്ലീറ്റഡ് ആണ്. അതും വരും ദിവസങ്ങളിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും നിങ്ങൾക്ക് ജിമ്മിൽ പോകാനാണെങ്കിലും ഷോപ്പിങ്ങിന് പോകാനാണെങ്കിലും ഇവൻ ടർഫിൽ കളിക്കാൻ വരുമ്പോഴാണെങ്കിലും നിങ്ങളുടെ കാറും ബൈക്കൊക്കെ നേരെ വാഷിങ്ങിന് കൊടുക്കുക. നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഷോപ്പിംഗ് ആണെങ്കിലും കളിക്കാനാണെങ്കിലും ജിമ്മിലാണെങ്കിലും പരിപാടി കഴിഞ്ഞ് നേരെ വണ്ടി എടുത്ത് വീട്ടിൽ പോകാം. സോ ഈ പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ഫേസിൽ ഇനി ബാക്കിയുള്ളത് ചിൽഡ്രൻസ് പാർക്കാണ്. ഒരു അടിപൊളിയായിട്ടുള്ള ഔട്ട്ഡോർ പാർക്കും അതിലും അടിപൊളിയായിട്ടുള്ള ഇൻഡോർ പാർക്കുമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ജസ്റ്റ് ലൈക്ക് മിനി സിപ്പ് ലൈൻ, ഒരു ചെറിയ ഹൈറ്റ് കുറഞ്ഞ ജൈൻ വീൽസ്, പിന്നെ ജമ്പിങ്, ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്പം അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്പം ആക്ടിവിറ്റീസ് ആണ് നമ്മളോട് പ്ലാൻ ചെയ്യുന്നത്. സോ അതിന്റെ കോസ്റ്റും അല്പം കൂടുതലായിരിക്കും. ഞാൻ ഏകദേശം എസ്റ്റിമേറ്റ് എടുത്തപ്പം ഔട്ട്ഡോർ യൂണിറ്റിന് 20-25 ലാക്സും ഇൻഡോർ യൂണിറ്റിന് 40-50 ലാക്സ് ഒക്കെ ആവറേജ് കോസ്റ്റ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ സാധാ കാണുന്ന പോലെ ഒരു ചെറിയൊരു സെറ്റപ്പ് ആയിരിക്കില്ല. ജസ്റ്റ് ലൈക്ക് ലുലു മാളിന്റെ കാലത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലത്തെ കുറച്ച് ഗെയിംസ്. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും കുട്ടികൾ JCB, ക്രെയിൻ, ഈ പറയുന്ന ടോറസ് ലോറികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ JCB മണ്ണുവാരി ടോറസിലിടുന്നു, ടോറസ് കൊണ്ടുവന്ന് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡോർ പാർക്കുകളൊക്കെ ബിൽഡ് ചെയ്യുന്നത്. സോ ഇതിന്റെ മോഡൽസ് ഡെമോ ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എനിക്കൊന്ന് ബാംഗ്ലൂർ,
പുറത്ത് ദുബായ് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ സാധനങ്ങളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മളുടെ ATV ബൈക്കൊക്കെ ഉണ്ടല്ലോ, ഇതിലേക്കൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന അഡ്വഞ്ചറസ് ബൈക്ക്, പിന്നെ ഈ മണ്ണൊക്കെ ഒരു ട്രാക്ക് ഉണ്ടാക്കി അതിൽ ഓടിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, ഇതൊക്കെയുണ്ട്. പിന്നെ നമ്മൾ ലേക്കിൽ ബോട്ടിങ്ങിനൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അതാവുമ്പം അതും നമുക്ക് ഇതിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ കൂടി നമ്മൾ ഒരുമിച്ച് ഒരു ഒറ്റ പ്രൊജക്റ്റ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ഔട്ട്ഡോർ ഗെയിംസ്, ഇൻഡോർ ഗെയിംസ്, നമ്മുടെ കോമൺ ഏരിയാസിലുള്ള ബൈക്ക് റൈഡ് ആക്ടിവിറ്റീസ്, ബോട്ടിംഗ്, ഇതൊക്കെ കൂടി ക്ലബ് ചെയ്ത് നമുക്കൊരു നല്ല പ്രൊജക്റ്റ് ആയിട്ട് ഒരു കുട്ടികൾക്കും ഒപ്പം മുതിർന്നവർക്കും ഒരു അടിപൊളി എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. സോ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ചിൽഡ്രൻസ് പാർക്ക് പോലുള്ള ആക്ടിവിറ്റി ചെയ്യാൻ ആലോചിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട്, നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നേരിട്ട് കണ്ട് ചർച്ച ചെയ്യാം. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ബിൽഡ് ചെയ്യാം. ആൻഡ് ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഒരു ഗെയിം ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ATV ബൈക്ക് ഒരാൾ എടുക്കുന്നു, അതിൽ കിട്ടുന്ന റവന്യൂ അയാൾക്ക് ഷെയർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന കാർഡ് സ്വൈപ്പിംഗ് പോലെ, ഇപ്പം 100 രൂപയാണ് ഒരു മണിക്കൂറിന് ചാർജെങ്കിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ 100 രൂപ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. സോ ഒരു ഐറ്റം വൈസ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ റവന്യൂ കിട്ടുന്ന രീതിയിലും സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ടോട്ടൽ പ്രോജക്റ്റിന് നമുക്ക് എത്ര കോസ്റ്റ് വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ഷെയർ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം. സോ ഞാനിപ്പോൾ നിൽക്കുന്നതാണ് നമ്മുടെ കാർണിവൽ മാർക്കറ്റിലെ മെയിൻ സ്ട്രീറ്റ്. ജസ്റ്റ് ലൈക്ക് ന്യൂയോർക്കിലൊക്കെ ഉള്ള ടൈം സ്ക്വയർ ഇല്ലേ, അതുപോലത്തെ ഒരു മെയിൻ സ്ട്രീറ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുവാണെങ്കിൽ 1-2 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ അതുപോലെ ഒരു സ്ട്രീറ്റ് കാണാം. സോ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് ചാടിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള നല്ലൊരു ബിസിനസ് ആശയത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഈ പ്രോജക്റ്റിനെ വലിയൊരു സക്സസ് ആക്കി മാറ്റാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു കാർണിവൽ മാർക്കറ്റ് മലയാറ്റൂർ.